ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ഞങ്ങളുടെ ജീവിതത്തിൽ സദാസമയവും പട്ടിണിയായിരുന്നു. ആരുടെ വീടാണെന്ന് ഓർക്കണേ, അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ സാക്ഷ്യപ്പെടുത്തുകയാ, മാ ശബിഅ ആല മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബ്സാ. മുത്തുനബിയുടേതാകുന്ന വീട്ടിൽ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം ഉണ്ടായിരുന്നില്ല. 2 ദിവസം തുടർച്ചയായി പട്ടിണി, 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടും ഉറക്കം കിട്ടാതെ കൂട്ടുകാരനുമായി ബൈക്കിൽ പോയി ഏതെങ്കിലും ഷവർമയോ ഏതെങ്കിലും അൽഫാമോ ഉള്ള കടകളിൽ പോയി അതും കഴിച്ചിട്ട് നല്ല ജ്യൂസും കുടിച്ച് കിടന്നുറങ്ങുന്ന മക്കളുള്ള കാലഘട്ടം. രാവിലെ പ്രഭാതത്തിൽ ചായ കിട്ടിയില്ല എങ്കിൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഭർത്താവിന്റെ പ്രകൃതമുള്ള കാലഘട്ടം. വൈകുന്നേരം ചായ അല്പം വൈകിപ്പോയാൽ പ്രയാസം പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച ചരിത്രം മുത്തുനബിയുടെ കുടുംബത്തിനുണ്ടായിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാല് അടുത്ത ദിവസം പട്ടിണിയാണ്. ഒരു ദിവസം കിട്ടുന്ന ഭക്ഷണമോ കേവലം ഒരു ഖുബൂസാണ്, ഒരൊറ്റ റൊട്ടി കഷ്ണം മാത്രമാണ്. ആ റൊട്ടിക്ക് എന്താണ് കറി? അൽഫാമല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? നല്ല ആവോരി പൊരിച്ചു വെച്ചതല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? ഇല്ലൽ ഖല്ലു, സുറക്കയല്ലാതെ മറ്റൊന്നുമില്ല. എന്താ കറി? എന്താ? ആകെ റൊട്ടിയാണ്. ഗൾഫാറ റൊട്ടി അറിയാവല്ലോ, ഒരൽപ്പ ചൂടൊന്ന് വൈകിയ പിന്നെ കഴിക്കൂല, അത്ര കട്ടിയാണ്. ആ ഹുബൂസിന്റെ കഷ്ണാണ് ആകെ ഉള്ളത്. അത് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ഹുബൂസല്ല, അത് ചൂടോടുകൂടി കഴിക്കാനും നല്ല രസമാണ്. ഇതല്ല, ഷഈറാണ്, തൊലി ഗോതമ്പ്. തൊലിയുടേതാകുന്ന പറഞ്ഞാൽ ഗോതമ്പ് അത് നല്ലതുപോലെ പേറ്റിയിട്ടൊന്നുമല്ല, അതിന്റെ സത്തുകളെല്ലാം ഉണ്ടാവും. നല്ല കട്ടിയുള്ളതാകുന്ന റൊട്ടിയാണ് ഗോതമ്പിന്റെ. അതൊരൽപ്പം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനാഗിരിയിൽ മുക്കിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഹദീസുണ്ട്, നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല കറിയാണ് ആയിഷായി സുറുക്കായി വിനാഗിരി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിനാഗിരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ അതിൽ മുക്കിയിട്ട് റൊട്ടി കഴിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ ഡയലോഗാണിത്. എന്ത്? നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല മനോഹരമായ കറിയാണ് ആയിഷ ഇത്. വിനാഗിരി മാത്രം കൊണ്ടുവന്ന് കയ്യിലൊഴിച്ചു കൊടുക്കുമ്പോൾ അതിലൊരൽപ്പം റൊട്ടി മുക്കി കഴിച്ച മുത്തുനബി, പട്ടിണിയിലൂടെ ജീവിതമൂട്ടിയ പ്രവാചകൻ, ഈ ലോകത്തുള്ള സർവർക്കും സുഭിക്ഷത കിട്ടാൻ ആഗ്രഹിച്ച പ്രവാചകൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവസാന നാളുകളിൽ പോലും സക്കറാത്തിന്റെ ഹാലിൽ പോലും ഉമ്മത്തി എന്ന് മന്ത്രിച്ച പ്രവാചകൻ, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞതിങ്ങനെയാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഈ വിനാഗിരി മുക്കി കഴിക്കാൻ പല പരാതിയുണ്ട? ഒരു പരാതിയില്ല. ഇവിടെ കറി കിട്ടിയില്ലെങ്കിൽ തീർന്ന് അന്ന് ബഹളമാണ് ഭർത്താവ്. ബദർ യുദ്ധം, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ കറിയിൽ അല്പം ഉപ്പ് കൂടിപ്പോയാലോ എരിവ് കൂടിപ്പോയാലോ ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് എറിയും. ഞാനിവിടെ കഴിക്കണ്ട, ഒച്ചപ്പാടും ബഹളവും. ആണോ അല്ലയോ? ആണ്. നിങ്ങൾ തന്നെ തലയാട്ടണം, പുരുഷന്മാര് തന്നെ. എങ്കിലേ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ വിഷയത്തിന്മേൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലേ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വലിയ വിഷയമാണത്. കറിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, മാറി നിൽക്കുക. പുരുഷന്മാരാണ് യഥാർത്ഥത്തിൽ വില്ലന്മാര്. കാരണം എന്താ? ഒരു വീട്ടിൽ നാളെ രാവിലെ എന്ത് ഭക്ഷണമാണെന്ന് തീരുമാനിക്കുന്നത് അധികാരാണ്. ആരാണ്?
പുരുഷനാണ്. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കൊണ്ട് രാവിലെ, അവനിണങ്ങിയ ഭക്ഷണം. അതിനുവേണ്ടി അവൻ ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ നമുക്ക് ഒറോട്ടിയും ഇറച്ചിക്കറിയാക്കാം. ആരുടെ തീരുമാനമാണ്? ഭർത്താവിൻ്റെ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഭാര്യയ്ക്ക് രാവിലെ നല്ല ദോശയും സാമ്പാറും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ പരിപരുത്ത ഹൃദയമുള്ള ഭർത്താവിനോട് എങ്ങനെ പറയൂ? ഇത് വലിയ വിഷയം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരാതിയും പരിഭവമില്ലാതെ കുടുംബം കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് ആർക്ക് വഹിക്കുന്നുണ്ട്? ഭാര്യമാർ വഹിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ ശനിയാഴ്ച രാവിലെ പോയി അല്ലെങ്കിൽ ഞായറാഴ്ച പോയിട്ട് നല്ല പോത്തിറച്ചി എവിടെയാണ് കിട്ടുക, പോയി വാങ്ങിച്ചുകൊണ്ട് വരും. ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം എന്താ? അത് വാങ്ങാനുള്ള ആഗ്രഹം എന്താ? നിന്റെ മനസ്സിലൊരു ആഗ്രഹമാണ് എന്ത്? അത് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇന്നിപ്പോൾ അതാണ് കിട്ടുക. നമുക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളത് കൊണ്ടുവരും. നമുക്ക് പല്ലുവേദനയാണെങ്കിൽ പിന്നെ ആ ഇറച്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. അവരുടെയും ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 3 ദിവസമായി തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പട്ടിണി വന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ്. 3 ദിവസം തുടർച്ചയായി മദീനയിലുള്ളപ്പോൾ ഒരിക്കൽ പട്ടിണിയിലാണ്. അവസാനം പ്രവാചകന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ഒരു ആടിൻ്റെതാകുന്ന തുടയല് കൊണ്ടുവന്നു. ഈ പട്ടിണിയുള്ള സമയത്തൊന്നും ഒരു പരിഭവം പറയുന്നില്ല. അത് ചിന്തിക്കേണ്ടത്. ഇന്ന് പെണ്ണുങ്ങളാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ അപ്പം തന്നെ വാട്സാപ്പിൽ നല്ല കാലി പ്ലേറ്റിന്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കും. അപ്പം തന്നെ ആളുകൾ ചോദിക്കും, എന്താണ് കാലി പ്ലേറ്റ്? പതിവില്ലാതെ മൊത്തം പട്ടിണിയാണ്, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ ആകെ ബഹളം അല്ലേ? നോക്കൂ നിങ്ങൾ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ 3 ദിവസം പട്ടിണിയാണ്, തുടർച്ചയായി പട്ടിണി. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അയൽക്കാരെ അറിയിക്കുന്ന പോലുമില്ല. പഴയ തുണി കൊണ്ടുവന്ന് അടുപ്പിൽ കൊണ്ടുവന്ന് കത്തിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്തിനാ? അയൽവാസികളാകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കട്ടെ, പ്രവാചകന്റെ വീട്ടിൽ ഇന്നും സുഭിക്ഷതയാണെന്ന് കരുതിക്കോട്ടെ എന്നറിയിക്കാൻ. കാരണം ഈ അടുപ്പിൽ നിന്ന് പുക വെളിയിലേക്ക് വരുമ്പോൾ അയൽവാസികൾ പറയും, അവിടെ പുക കാണുന്നുണ്ട്, അപ്പൊ ഇന്നവിടെ നബിയുടെ വീട്ടിൽ സാധനം എന്തോ ഉണ്ട്, കഴിക്കാനുണ്ട് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി പഴയ തുണി പരതും. ആര്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും. ആരോടും പരിഭവം ഇല്ല. ഒരു കൂട്ടുകാരോടോ നാട്ടുകാരോടോ ഒരാളോടും ഒരു പരിഭവം പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിലൂടെ അറിയിപ്പില്ല, ഒന്നുമില്ല, ആരോടും അറിയിക്കുന്നില്ല. മുത്തുനബിയോടൊപ്പമുള്ള ജീവിതമല്ലേ. 3 ദിവസം കഴിഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന ഒരാടിന്റെ ചെറിയൊരു തുടയല് കൊണ്ടുവന്ന് കൊടുത്തു. എനിക്ക് ശ്രദ്ധിക്കണേ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ തുടയല് വാങ്ങിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കണേ ആയിഷ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ ഇല്ല റസൂലേ, തങ്ങള് കഴിക്കാതെ ഞാൻ കഴിക്കൂല റസൂലേ. കാരണം ഞാനും തങ്ങളും പട്ടിണി 3 ദിവസം ഒരുമിച്ചാണ് നേരിട്ടത്. എന്റെ ഭർത്താവ് കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അങ്ങനെയല്ലേ? ഇന്നും അങ്ങനെയാണല്ലോ. ആരാ ആദ്യം ഇരുന്ന് കഴിക്കുക? ആരായിരിക്കുക? ഭർത്താവ് ആയിരിക്കും. കല്യാണത്തിന്റെ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഇതാണ്, തേനെ പാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്, ഭയങ്കര ചുണ്ടേലൊട്ടിയില്. പിന്നെ അല്ലാ പിന്നെ നേരത്തെ ഇരിക്കാൻ പറയും, നീ ഇതിനിപ്പായിരുന്നു കഴിഞ്ഞിരുന്നു ഇവിടെ. 2-3 കുട്ടികളായി കഴിയുമ്പോൾ സംസാരത്തിന്റെ രൂപം മാറിയിരിക്കുകയാണ്. അതേപോലെയുള്ള ഒരുമിച്ചിരുന്നുകൊണ്ടുള്ള ഭക്ഷണം കഴിപ്പില്ല. മുമ്പ് അങ്ങോട്ട് കൊടുത്തിരുന്നു, തിരിച്ചിങ്ങോട്ട് നൽകിയിരുന്നു, അതില്ല. എല്ലാത്തിനും വിള്ളൽ വന്നുപോയി അല്ലേ? എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ശൈഥില്യപ്പെട്ടു പോയി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പ്രവാചകരെ നിർബന്ധിച്ചു നോക്കി, പക്ഷേ നബിതങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം 3 ദിവസമായിട്ട് പട്ടിണിയാണ്. അവസാനം എന്റെ ഭർത്താവ് നിർബന്ധിച്ചെനിക്ക് നൽകി.
ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബിയുടെ നിർബന്ധ നിമിത്തമായിട്ട് ഒരൽപ്പം മാംസം ഞാൻ ആ ആടിന്റെ തുടയല്ലിൽ നിന്ന് ഒരൽപ്പം കടിച്ചു. പ്രവാചകന് ഞാനത് തിരിച്ചു കൊടുത്തു. എന്റെ കണ്ണ് വല്ലാതെ പ്രവാചകന്റെ മുഖത്തേക്ക് ഉടക്കി. കാരണം നബിതങ്ങൾ എവിടെയാണ് ചുണ്ടുവെക്കുന്നത്? ഞാൻ കടിച്ചതാകുന്ന ഭാഗത്ത് പ്രവാചകൻ തന്നെ പല്ലുകൾ ചേർക്കുമോ? എനിക്ക് തെറ്റിയില്ല. സുബ്ഹാനല്ലാഹ്. നബിതങ്ങളല്ലേ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക. എന്റെ കുടുംബത്തോട് ഏറ്റവും വലിയ ബന്ധപ്പെട്ടവൻ, അവർക്ക് വേണ്ടുന്ന കടമകൾ പൂർത്തീകരിച്ചവൻ ഞാനാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെയാണോ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ വാ ചേർത്ത് കടിച്ചപ്പോ ഫബകൈതു ബുകാഅൻ ശദീദാ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു. ഞാൻ കരയുമ്പോൾ പ്രവാചകൻ എന്നെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ആയിഷ എന്തിനാണ് കരയുന്നത്? ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തുവോ? 3 ദിവസം പട്ടിണി കിടന്നപ്പോ നിനക്ക് വല്ലാത്ത പരിഭവമുണ്ടോ ആയിഷ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല നബിയേ, ഹുബ്ബുക ഫിയ യാ റസൂലല്ലാഹ്. പാവപ്പെട്ട അബൂബക്കറിന്റെ മകളാകുന്ന ഈ ആയിഷയോടുള്ള സ്നേഹം, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്നോടുള്ള കടമതങ്ങൾ പൂർത്തീകരിക്കുന്നത് കണ്ടപ്പോ ഞാൻ വാവച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ ഈ പട്ടിണിയുടെ സമയത്ത് പോലും അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ തങ്ങൾ കടിക്കുന്നത് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം വല്ലാതെ എന്റെ മനസ്സിൽ ഉലച്ചുണ്ടാക്കി. എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു പോയത് അതാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുമ്പോ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ലോകത്തിന്റെ നായകന് പറയുന്നു, ആയിഷ അബൂബക്കറിന്റെ മകളായതുകൊണ്ട് മാത്രമല്ല, നീ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കൂടിയാണ്. ഒരു ഭർത്താവ് തന്നെ ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കേണ്ടതിൽ പെട്ടതാണ് ഞാൻ ഈ നിർവഹിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വെറുതെ പറച്ചിൽ മാത്രമല്ല പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. 63-ാമത്തെ വയസ്സിലാണ് പ്രവാചകർ വഫാത്താകുന്നത്. വിവാഹം കഴിഞ്ഞ് 2-3 കൊല്ലങ്ങൾക്കിടയിൽ തന്നെ ഡൈവോഴ്സ് ആകുന്നവരെ 2 ദിവസങ്ങളിൽക്കുള്ളിൽ തന്നെ 2 ധ്രുവത്തിലേക്ക് മാറി കടക്കാൻ താല്പര്യപ്പെടുന്നവരെ ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരടുക്കൽ എല്ലാ ദിവസവും പോകുന്നുവെന്ന് മാത്രമല്ല, വഫാത്താകുന്ന വേളയിൽ 9 ഭാര്യമാരുണ്ട്. ആ 9 ഭാര്യമാരെയും സംതൃപ്തിപ്പെടുന്ന ജീവിതം പ്രവാചകന് കാഴ്ചവെച്ചു എങ്കിൽ ഒരൊറ്റ ഭാര്യയെ കൊണ്ട് തന്നെ ഇടങ്ങേറാണ് ഉസ്താദ് എന്ന് പറയുന്നവരെ, അവളുമായിട്ടുള്ള ജീവിതം ഞാനിനി ആഖിറത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. തെറ്റ് നിന്റെ ജീവിതത്തിലുണ്ട്, നീ മാതൃകാ പുരുഷനാകണം, നീ പ്രവാചകന്റെ ജീവിതം പഠിച്ചെടുക്കണം. 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആ പ്രവാചകൻ കടന്നത് മദീനയിലെ മിമ്പറിൽ തലവെച്ച് കടന്നിട്ടല്ല. ആ പ്രവാചകൻ വഫാത്താകുന്നത് മദീനയിലെ മെഹ്റാബിൽ തലവെച്ച് കടന്നിട്ടല്ല. എന്റെ വീടിന്റെയും പരിശുദ്ധ മിമ്പറിന്റെയും ഇടയിലുള്ള റൗള എന്ന പരിശുദ്ധമായ സ്വർഗീയമാകുന്ന ഉദ്യാനമാണെന്ന് പഠിപ്പിച്ച സ്ഥലത്ത് തലവെച്ച് കടന്നിട്ടല്ല. മറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടാകുന്ന ആയിഷ ബിയുടെ വീട്ടിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നിട്ടാണ് ആദരവായ പ്രവാചകൻ വഫാത്താകുന്നത്. ചരിത്രം പറഞ്ഞു നോക്കി സഹോദരങ്ങളെ, 1,24,000 അംബിയാ മുർസലീങ്ങളെ കടന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാം മാതൃകയായി, കഴിഞ്ഞുപോയ സമൂഹത്തിനും വരാനിരിക്കുന്ന ജനകോടികൾക്കും മാതൃകയായി തന്റെ കുടുംബജീവിതം മകളോ ഉദാഹരണമായി ഉദാത്തമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവസാന നാളുകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദം വാങ്ങി ആയിഷ ബീവിയോടൊപ്പമുള്ള ജീവിതം നയിക്കവേ വഫാത്തിന്റെ വേളയിൽ ആ പ്രിയപ്പെട്ട പ്രിയതമയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്ന് മനോഹരമായ മരണം വരിച്ച് വഫാത്ത് വരിച്ച് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ജീവിതമാണ്! മരിക്കുമ്പോ എവിടെയാ കിടക്കുന്നത്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ. കൊതിക്കണം സഹോദരങ്ങളെ, നമ്മൾ കൊതിക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അതാ ഞാൻ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേ മഹല്ലി കേസെത്തി, എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. അതാണ് നമ്മുടെയൊക്കെ ബന്ധം. 9 ഭാര്യമാരുണ്ട് വഫാത്താകുമ്പോ, ഒരാൾക്കും ഒരു പരിഭവം ഇല്ല. പരിഭവം ഇല്ലെന്ന് മാത്രമല്ല, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട എന്റെ വീടിന്റെ അകത്തളത്തിൽ കബറടക്കിയിട്ട് സ്വഹാബത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോ, ദുആ ചെയ്തു പോകുമ്പോ ഒരാള് വിളിച്ചു ചോദിച്ചു, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി, എങ്ങനെയായിരുന്നു നബി തങ്ങൾ വീട്ടിൽ പെരുമാറിയിരുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? മുഅ്മിനീങ്ങളുടെ മാതാവേ, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ ആയിഷ ഉമ്മ? ഉമ്മഹാത്തുൽ മുഅ്മിനീകളിൽപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, പ്രവാചകന് സദാസമയത്തും കുടുംബത്തെ സഹായിച്ചുകൊണ്ട് വീട്ടിലുണ്ടാകുമായിരുന്നു. വൈദാ ഹദറത്തി സ്വലാത്തു ഖറജ ഇലൽ മുസല്ലാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴക്കുമ്പോൾ മാത്രമാണ് പള്ളിയിലേക്ക് കയറുക. അല്ലാത്ത സദാസമയത്തും വീട്ടിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ പണിയെടുക്കും. എന്താ ചെയ്യ? യഹ്ലിബു ഷാത്തഹു, ആടിനെ കറക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നബിയാണ്, എനിക്കിപ്പോ സമയമില്ല, പരിപാടിയല്ല. വീട്ടിൽ ജോലി ചെയ്യുമാര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെരുപ്പ് തുന്നും, വസ്ത്രം നെയ്യും ഹബീബ് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, ഹദീസിൽ കാണാം, ഒരു പുരുഷന് എന്തെല്ലാം ജോലി ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റും, ആ ജോലിയൊക്കെ ചെയ്യും. നമ്മളിന്ന് കുഴിമടിയന്മാരായി പോയി, അലസന്മാരായി പോയി. എല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മളിന്ന് റാഹത്തായിട്ട് ഫ്രണ്ടിൽ പോയിരിക്കാൻ, ചാരികസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുക രാവിലെ. ആ പത്രത്തിന്റെ നടുക്കഷണം ഒന്ന് താഴെ പോയാൽ കുരിഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോഴും ജോലി തിരക്കിൽ നിൽക്കുന്ന, അടുക്കളയിൽ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന, അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് അവരുടേതാകുന്ന പാഠപുസ്തകങ്ങളെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ നിർബന്ധിച്ച് വിളിക്കാൻ, ഇവിടെ വിളിച്ചിട്ട് നമ്മൾ പറയാം, താഴെ കിടക്കുന്ന പത്രം എടുത്തുതരെ, നടുവ് കുനിക്കാൻ വര. ഇങ്ങനത്തെ ആളുകളായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ അങ്ങനെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. സഹോദരങ്ങളെ, നമ്മളൊരു പ്രതിജ്ഞ എടുക്കൻ ഈ പുതുവത്സര പുലരിയിൽ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതം മനോഹരമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയിൻ. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി, ബക്കറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സദക്ക നീട്ടുന്നില്ല. 11:30 12 മണിയാകുമ്പോൾ എന്താവും? സ്റ്റോപ്പ് ഒക്കെ അടയ്ക്കും. അരമണിക്കൂർ ഇരിക്കൂലേ? അസറോഡ് മടിയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉപോത്ബലകമായതാണ് അവന്റെ ദാമ്പത്യ ജീവിതം, അവന്റെ കുടുംബജീവിതം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ എന്ത് ചെയ്യണം? വീട്ടിൽ എന്ത് ചെയ്യണം? അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ എടുക്കണം. രക്ഷപ്പെട്ട് ഇന്ന് ഭാര്യയെ കൊണ്ടുവന്നില്ല ഈ സദസ്സിൽ. അങ്ങനെ ചിന്തിക്കുന്ന ദൂരേന്ന് വന്ന ഭർത്താക്കന്മാരിവിടെ ഉണ്ട്. മുനീർ കൊണ്ടുവന്നായിരുന്നോ? പുത്തന്നര് അല്ല കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ ഇനി പണിയെടുക്കണം. ഭാര്യയെ കൊണ്ടുവന്നവരൊക്കെ അപ്പുറത്തിരുന്ന് അവർ പറയും, രക്ഷപ്പെട്ട് റാഹത്തായി, നാളെ രാവിലെ തന്നെ തേങ്ങ അരയ്ക്കാൻ മൂപ്പറയിൽ കൊടുക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഓടിച്ചോ, എല്ലായിടത്തും എല്ലായിടത്തും ഒന്ന് ഓടിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും സ്വതക്ക അവരവരുടെ കയ്യിലുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാവരും നൽകി. സഹോദരിമാരെടുത്തും പോകണം വേണ്ട. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അവിടെ വാലണ്ടിയേഴ്സ് ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അവിടെ ശ്രദ്ധിക്കും. സഹോദരിമാർ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. 70ഓളം പുരുഷന്മാർ വാലണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. 10-30ഓളം സ്ത്രീകൾ വാലണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. പിന്നെന്താ വേണം? അൽഹംദുലില്ലാ, അവർക്കെല്ലാം അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അശ്രാന്ത പരിശ്രമം അവർ നടത്തിയതിൽ വലിയ വിജയം കണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ.
ചിന്തിക്കണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെയുള്ള മനോഹരമായ ജീവിതം നമുക്ക് ജീവിക്കണം. അതിന് സാധ്യമാകും വിധം നമ്മുടെയൊക്കെതാകുന്ന അവസരങ്ങൾ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഭാര്യയുമായുള്ള സംസാരം, അവരുമായിട്ടുള്ള ഇടപഴകലുകൾ, അവരുമായിട്ട് കിട്ടുന്ന സമയവും സന്ദർഭവും നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഫയദ്നു മിൻഹുന്ന, ചേർന്ന് നിൽക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മൊബൈൽ വലിയ വില്ലനായി നമുക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭാര്യയോട് അടുത്തിരുന്ന് സംസാരിക്കുവാണെങ്കിൽ പോലും പലപ്പോഴും എല്ലാവരും മൊബൈലും മേലിലാണ് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. അവരോട് അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ വിഷമങ്ങൾ പരിപൂർണമായി കേൾക്കുകയും ചെയ്യുന്ന ഒരവസരം നമുക്കുണ്ടാവണം. ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് സഹോദരിമാർ സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഭർത്താവിന് മറ്റുള്ള പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. എത്ര ആളുകളാണ്! എന്താണ് സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ചു പോയത്? ഭാര്യമാരിൽ ചിലരും അത്തരത്തിലുണ്ട്. അള്ളാഹുർക്കൊക്കെ എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ചിന്തിക്കാൻ ഈ രാവ് ഉപയോഗപ്പെടുത്തി വലിയ ശിക്ഷകളാണ് ഈ മോശമാകുന്ന പ്രവണതയിലൂടെ നമുക്കുണ്ടായിത്തീരുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ സാക്ഷിപത്രമാകും, നമുക്കെതിരായി സാക്ഷി നിൽക്കും. അങ്ങനെയല്ലേ ഹദീസുമായെത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതി പറഞ്ഞില്ലയോ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ ദുനിയാവിൽ അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള കാഴ്ചകളും ഈ കേൾവിയും നിന്റെ ഹൃദയവും നീ ചിന്തിച്ചു കൂട്ടുന്നതാകുന്ന സകലമായ മോശമായ കണ്ണിന് വ്യഭിചാരമുണ്ട് സഹാബാ. ഫസിനഹുമാ അന്നളുറൂ, രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമായ നോട്ടമാണ്. അത് വാട്സാപ്പിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, ഇൻസ്റ്റഗ്രാമിലാകട്ടെ, ട്വിറ്ററിലൂടെയാകട്ടെ, മോശമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തുന്നവരെ, അനാവശ്യമാകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് രസിക്കുന്നവരെ, അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ നിന്റെ കണ്ണിലേക്ക് കൊടുക്കുമ്പോ നിന്റെ കണ്ണ് അടക്കാൻ മറക്കല്ലേ, മറക്കല്ലേ. കാരണം ആഖിറത്തിൽ വലിയ ഖേദമായി നിനക്കെതിരായി ഈ കണ്ണുകൾ സാക്ഷി നിൽക്കുന്നതാണ്, സാക്ഷി നിൽക്കുന്നതാണ്. വൽ ഉദനാനി തസ്നിയാൻ ഫസിനാഹുമാ അസ്സമൂ. രണ്ട് കാതുകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബ. രണ്ട് കാതുകളുടെ വ്യഭിചാരം ഹറാമായ കേൾവിയാണ്. കാമുകന്റെ സംസാരം, കിന്നാരം, നേരം വെളുക്കുന്നവരെ ഫോണ് ചുവട്ടിൽ വെച്ച് നേരം വെളുക്കുന്നതുവരെ അവന്റെ സ്വരരാഗങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുന്ന പെണ്ണെ, കാമുകയുടെ സംസാരം കേൾക്കാൻ വേണ്ടി രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ, ഒരൊറ്റ വഖത്ത് പോലും നീ തഹജ്ജുദ് ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. ഒരൊറ്റ റക്അത്ത് പോലും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് നീ നിസ്കരിച്ചിട്ടില്ല. ഇതേ രാത്രിയിൽ തന്നെ, ഇതേ രാവിലെ തന്നെ ഉറക്കമൊഴിച്ചുകൊണ്ട് കാമുകിയുടെ ഭാഷണം കേട്ടാൻ ഫോൺ കാതിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് കാത്ത് നിലകൊള്ളുന്ന സഹോദരങ്ങളെ, അവരുടെ സംസാര വൈഭവം കേട്ടുകൊണ്ട് കോൽമയിൽ കൊള്ളുന്ന ചെറുപ്പക്കാരാ, നിന്റെ കാതിന്റെ വ്യഭിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. വല്ലിസാനു തസ്നി ഫസിനാഹാ അൽ കലാം. മോശമാകുന്ന സംസാരങ്ങൾ കാമുകനുമായി നടത്തുന്നതായ സഹോദരി, കാമുകയുമായി നടത്തുന്ന സഹോദര, നിന്റെ ഈ സംസാരമുണ്ടല്ലോ, നാവുണ്ടല്ലോ, ഈ സംസാരം നാവിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ മനസ്സിലാക്കിയതുപോലെ കേവലം ഒരു പെണ്ണും ചെറുക്കനും ശാരീരികമാകുന്ന ബന്ധപ്പെടൽ അത് മാത്രമല്ല വ്യഭിചാരം. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, ചുണ്ടിന് വ്യഭിചാരമുണ്ട്. ചുണ്ടിന്റെ വ്യഭിചാര നിബിധങ്ങൾ പറയുകയാണ്, ഫസിനാഹു അൽ ഖുബലു, അത് ചുംബനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. തലയിൽ തട്ടമിട്ട മുസ്ലിം അംഗമാര്, കോഴിക്കോടിന്റെ മക്കൾ, എത്രയോ മുസ്ലിം സഹോദരിമാരാണ് അന്യ പുരുഷന്മാരുടെ മടിത്തട്ടിൽ തലവെച്ച് ചായ്ച്ചുകൊണ്ട് എത്രയോ സഹോദരിമാർ പഠിക്കാൻ കോളേജിലേക്ക് പോകുന്ന, കലാലയത്തിലേക്ക് പോകുന്ന കാലയളവാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ലേ, ബസിന്റെ പിന്നാമ്പുറങ്ങളിൽ
ഏതെങ്കിലും റോഡിൻ്റെതാകുന്ന നിരത്തുകളുടെ സൈഡിൽ വെച്ച്, ബസ് സ്റ്റാൻഡുകളിൽ വെച്ച് അന്യരാകുന്ന കാമുകനോടൊപ്പം ചുംബിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിം അംഗമാര്, അന്യരാകുന്ന ചെറുപ്പക്കാരൻ അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഹറാമാണെന്നുള്ള ബോധം പെങ്ങളെ നിനക്കില്ലാതെ പോയോ? കരുനാഗപ്പള്ളിയിലുള്ള എത്രയോ മുസ്ലിം സഹോദരിമാര് ഈ രീതിയിൽ വഴിപിഴച്ചു പോയവരാണ്. നഊദു ബില്ലാഹ്. വാപ്പയും ഉമ്മയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പഠിക്കട്ടെ എന്നാശിച്ച് വിദൂര വിദ്യാഭ്യാസം നേടാൻ എറണാകുളത്തിന്റെ മണ്ണിലേക്ക്, തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക്, അങ്ങകലെ മാംഗ്ലൂരിലേക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, MBBS വേണ്ടി ചൈനയുടെ യുഗത്തിലേക്ക് വരെ മക്കളെ പറഞ്ഞുവിട്ട് രക്ഷിതാക്കളെ ആ മക്കളെ മോശമാകുന്ന പ്രവണതയിലേക്ക് തന്റെ കണ്ണും തന്നെ കാതും തന്നെ നാവും തന്നെ ചുണ്ടും കൊണ്ടുപോകുന്നെന്ന് വാപ്പ അറിയാതെ പോകരുതേ. നഊദു ബില്ലാഹ്. എന്താണ് കലാലയങ്ങളിൽ നടക്കുന്നത്? നമ്മുടെ മക്കൾ നടത്തുന്ന പേക്കൂത്തുകൾ എത്രയാണ്? കള്ളു കുടിക്കാത്ത മക്കൾ കുറവായ കാലഘട്ടം, വ്യഭിചരിക്കാത്ത മക്കൾ കുറഞ്ഞ കാലഘട്ടം, കുപ്പി പൊട്ടിക്കാത്ത പെൺമക്കൾ പോലും ഇല്ലാത്ത കാലഘട്ടം ഇന്ന് വിദൂരമല്ല. കോളേജിൽ കൂട്ടുകാരികളുമായി ഒന്നിരിച്ചിരുന്നുകൊണ്ട് ന്യൂ ഇയറിന്റെ രാവുകളിൽ കുപ്പി പൊട്ടിച്ചിട്ട് അത് പരസ്യമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോ പങ്കുവെക്കുന്ന, തലയിൽ തട്ടമിട്ട മുസ്ലിം അംഗമാരുള്ള സഹോദരിമാരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം വേണേ. ആത്മീയത മക്കളിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കള്ളു കുടിക്കുക മാത്രമല്ല, വ്യഭിചരിക്കുക മാത്രമല്ല, മോശപ്പെട്ട തലത്തിലേക്ക് തന്നെ കാമുകനുമായി ഏതെല്ലാം രീതിയിൽ അശ്ലീലത ലോകത്ത് പടർത്താമോ അതെല്ലാം തന്നെ പടർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന മക്കളുള്ള കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്. ആദരവായ പ്രവാചകന് പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽ ബത്ശൂ. രണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട് സ്വഹാബ. കൈയുടെ വ്യഭിചാരം ഹറാമായ തലത്തിലേക്കുള്ള പിടുത്തമാണ്. അതന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മം കണ്ട് അവരുടെ അംഗലാവണ്യത്തിൽ മതിമറന്ന് അവരുടെ ശരീരത്തിലേക്ക് ബസ്സിൽ കയറിയപ്പോ നീ അറിയാതെ പിടിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും ചെറുപ്പക്കാരാ, നാളെ മഹ്ശറയിൽ ഈ കൈ നിനക്കെതിരായി സാക്ഷിപത്രമാകുമേ. തീർന്നില്ല. വരിജലാനി തസ്നിയാൻ. നിന്റെ കാലില്ലേ, നിന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഇരു കാലുകൾ, ആ കാലുകൾ നിനക്കെതിരായി സാക്ഷിപത്രമാകുമത്രേ. വരിജലാനി തസ്നിയാൻ. രണ്ട് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് സ്വഹാബ. ഫസിനാഹുമാ അൽ മശിയോ. ഹറാമായ തലത്തിലേക്കുള്ള നടത്തം കാലിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ ഉമ്മത്ത് പോകാത്ത വഴികളേതാ? എല്ലാ പാർക്കിലും പോകുന്നുണ്ട്, എല്ലാ മാളിലും പോകുന്നുണ്ട്, എല്ലാ ബീച്ച് റോഡുകളിലും പോകുന്നുണ്ട്. അഴീക്കൽ ബീച്ചിൽ പോകാത്ത ഏത് കരുനാഗപ്പള്ളിക്കാരനാണ്? ആ ബീച്ചുകളിൽ പോയി ഉല്ലസിക്കുകയല്ലേ? തന്റെ പ്രിയപ്പെട്ട കാമുകയുമായി പഠിക്കാൻ വിട്ടതാകുന്ന മകനും മകളുമാണ്. ഇരുവരും വാപ്പയറിയാതെ ഉമ്മയറിയാതെ അന്യന്റേതാകുന്ന മകളുമായിട്ട് അഴീക്കൽ ബീച്ചിൽ പോയി വൈകുന്നേരം വരെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ മക്കളുള്ള കാലഘട്ടമല്ലേ? എവിടേക്കാണ് പോകുന്നത്? വാപ്പ നൽകിയ സമ്പാദ്യം മുഴുവൻ ഹറാമായ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നവരല്ലേ? ആ വാപ്പ നൽകിയ സമ്പാദ്യം മുഴുവൻ മോശമാകുന്ന തലത്തിലേക്ക് തിരിച്ചുവിടുന്ന മക്കളല്ലേ? രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ പോലും യൂണിഫോമിനോടൊപ്പം ബാഗിനുള്ളിൽ ഒരു പർദ്ദയോ മറ്റെന്തെങ്കിലുമോ എടുത്ത് വെക്കുകയാണ്. എന്തിനാണത്? സ്കൂളിൽ അവൾ പോകുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒഴിഞ്ഞതാകുന്ന ഏതെങ്കിലും പറമ്പിലേക്ക് പോയി ഏതെങ്കിലും ഒരു റൂമിൻ്റെതാകുന്ന പിന്നാമ്പുറം തേടി ഒഴിഞ്ഞ കടമുറിയുടെ ബാക്ക് സൈഡിൽ പോയിരുന്നുവിട്ട് താൻ ധരിച്ചിരിക്കുന്ന യൂണിഫോം മാറ്റിവെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുകയല്ലേ? പറയാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? കരുനാഗപ്പള്ളിയിലെ ഇമാം എന്ന നിലയിൽ പറയട്ടെ, പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കൽ നിർബന്ധമാ. കാരണം ഹറാമായ തലത്തിലേക്കുള്ള ചുവടുവെപ്പാണ്, ഹറാമായ തലത്തിലേക്കുള്ള പോക്കാണ്. പഠിക്കാൻ പോകുന്ന കലാലയം
പഠിക്കാൻ പോകുന്ന കലാലയത്തിന്റെ നടുക്കളത്തിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് അവിടെയുള്ള പോസ്റ്ററുകളിൽ പോലും ഭിത്തികളിൽ പോലും കാണിക്കപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങൾ ഏതാണ്? ഒരന്യ പെണ്ണും പുരുഷനും പരസ്പരം ശരീരത്തിന്റെ നഗ്നതകൾ കാണിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം വരച്ചിരിക്കുന്നു. എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് കലാലയ രാഷ്ട്രീയ ബോധം ലോകത്തിന് സമ്മാനിക്കുന്നത് ഇതാണ്: മതത്തിന്റെ ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചറിയാം, മതത്തിന്റെ ഭ്രാന്തില്ലാതാക്കാം, സ്വാതന്ത്ര്യത്തോടുകൂടി പറന്ന് നടക്കാം. എന്താണ്? ഒരു കുട്ടി BA-ക്ക് പഠിക്കാനും MA-ക്ക് പഠിക്കാനും ഒക്കെ പോകുമ്പോ കലാലയത്തിൽ അവിടുത്തെ ഭിത്തികളിൽ എഴുതി വെച്ചിരിക്കാണ് കലാലയ രാഷ്ട്രീയ ബോധത്തിന്റെ വക്താക്കൾ. എന്താണത്? മതത്തിന്റെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ചറിയാം എന്ന് പറഞ്ഞാൽ ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, ഈ വാളുകൾ വേണ്ട, ഈ നസീഹത്തുകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് മതി? നമുക്ക് മതത്തിന്റെ ചിഹ്നങ്ങളൊക്കെ വലിച്ചെറിയാം, നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പറന്നകലാം. ഏതാണ് സ്വാതന്ത്ര്യം? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നമുക്കിരിക്കാം. അന്യവർണ്ണ പുരുഷനും ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ ചിത്രം കൊടുത്തിട്ട് അതിനടിയിൽ എഴുതി വെക്കാൻ. കലാലയത്തിലൂടെ കയറുമ്പോൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കാണിക്കപ്പെടുന്ന ചിത്രങ്ങളാണ്. നമ്മുടെ മക്കൾ പിന്നെ എന്ത് ബോധമാണ് ഉണ്ടാവുക? അവർക്ക് ഒരു മാസത്തിനുള്ളിൽ പ്രണയിക്കണമെന്നല്ലേ തോന്നുക? അവക്കൊരു മാസത്തിൽ തന്നെ അന്യപുരുഷനോടൊപ്പം കിടപ്പറ പങ്കിടണമെന്നല്ലേ ചിന്തിക്കുക? അതിനുള്ള സാഹചര്യങ്ങളല്ലേ ഇന്നത്തെ കലാലയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? നോക്കൂ നിങ്ങൾ, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കോഴിക്കോടുള്ളതാകുന്ന 2 സഹോദരിമാർ പഠിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വിട്ടതാണ്. അവസാനം അവരെവിടെയെത്തി? 2 പേരും ഒരുമിച്ച് ജീവിക്കുകയാണ്, സ്വവർഗാനുരാഗികളായി. ഇന്ന് സമൂഹം മാതൃകാ സഹോദരിമാരായി അവരെ പരിചയപ്പെടുത്താണ് ആര്? മീഡിയകൾ. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവരുമായിട്ടുള്ള സംസാരങ്ങൾ മീഡിയകൾ സംസാരം നടത്തുമ്പോൾ ആ മീഡിയയിൽ മീഡിയേറ്ററായി വർത്തിക്കുന്നവർ തന്നെ അനുകൂലമായ സാഹചര്യത്തിന്റെ വിധിയാണ് ഇതിന് പ്രഖ്യാപിക്കുന്നത്. ശരിയാണ്, ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്, കേരള ഹൈക്കോടതി അനുവദിച്ചതാണ്. ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം പ്രായപൂർത്തി എത്തിയവർ. ഇരുവരുടെ സ്വവർഗാനുരാഗം നടത്താം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല. ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, പ്രായപൂർത്തി എത്തിയാൽ ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാം. ഗവൺമെന്റിന്റെ വിധിയാണ്, സർക്കാർ അനുകൂലമാണ്, ശരി തന്നെയാണ്. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒന്നുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാണമില്ലാത്ത വർഗമായി മനുഷ്യൻ മാറി. നബി തങ്ങൾ പറഞ്ഞു 1400 വർഷം മുമ്പ് തന്നെ, മിൻഹാ നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് സ്വഹാബ. പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തും, സ്ത്രീയുമായി ലൈംഗിക വേഴ്ച നടത്തും. മാത്രമല്ല, അവരൊരുമിച്ച് വിവാഹം കഴിക്കുന്ന ഘട്ടം വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചരിക്കുന്നു മാത്രമല്ല, ഒരുമിച്ച് വിവാഹം കഴിക്കും. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. മിൻഹാ നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ഇന്ന് സമൂഹം കാണുകയാണ്, ഇന്ന് ഗേകൾ അധികരിച്ചവർ, ലെസ്ബിയനുകൾ അധികരിച്ച കാലഘട്ടം, LGBTQ ലോകത്ത് വല്ലാതെ അധികരിച്ച കാലഘട്ടം. ലെസ്ബിയനുകൾ, ഗേകൾ അധികരിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ഏത് രീതിക്കുള്ളതാണ്, ധാർമ്മികമാണോ എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ചിന്തിച്ചു കൊള്ളട്ടെ. എവിടെയാണ്, ഏത് കലാലയത്തിലാണ് വിടുന്നത്, ആ മക്കളുടെ ജീവിത ശൈലി എങ്ങനെയാണ്, എങ്ങോട്ടാണ് അവരുടെ പോക്ക്, ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം രഹസ്യമായി കള്ള് കുടിക്കുക മാത്രമല്ല, 8ാം ക്ലാസ്സിലും 5ലും 9ലും +1നും BA-ക്കും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെ തന്നെ ഇന്ന് ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ്. കള്ളൊക്കെ പോയി, ഇപ്പൊ കഞ്ചാവും മറ്റുള്ള സംഭവങ്ങളുമൊക്കെയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടമാടുന്നത്. പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായിട്ട് പോവല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം FIFA വേൾഡ് കപ്പിൽ 1ാം സ്ഥാനം നേടിയപ്പോ മെസ്സിയും കൂട്ടരും കപ്പ് അർജന്റീനയിലേക്ക് കൊണ്ടുപോയപ്പോ കൊച്ചു കേരളത്തിൽ കുടിച്ചു തീർത്തത് ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം 49 കോടിയുടെ മദ്യമാണ്. എത്ര കോടിയാണ്? 49 ലക്ഷമല്ല, 49 കോടി രൂപയുടെ മദ്യമാണ് ഈ കേരളത്തിൽ വിറ്റ് തീർന്നത്. ചിലപ്പോൾ അർജന്റീനയിൽ അത്രയും കുടിച്ചു കാണത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കുടിച്ചേക്കാൻ
അത് തന്നെ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഏറ്റവും കൂടുതൽ കുടിച്ചത്. ചിന്തിക്കണം നമ്മൾ. മുസ്ലിങ്ങളെ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഏറ്റവും കൂടുതൽ കുടിച്ചത്. ഇതൊക്കെ വാർത്തയാണ്, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പറയല്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എവിടെയാണ് എത്തിയിരിക്കുന്നത്? 2ാം സ്ഥാനം പിന്നെ ഏത് ജില്ലയ്ക്കാന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് പിന്നെ പണ്ട് പോലെ നമ്മൾ അതിന് പുറകോട്ടല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എത്തിപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ സമൂഹം, അതായത് മനുഷ്യൻ എപ്പോഴും അവൻ സന്തോഷിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന കാലഘട്ടം. അങ്ങനെയാണ് ഇന്നത്തെ തലമുറ. എപ്പോഴും നമുക്ക് സന്തോഷിച്ചാൽ മതി. അങ്ങനെയാണോ? ഒരു വിഷയം ദീനിയായിട്ടൊരു വിഷയം പറയുമ്പോൾ എല്ലാവരും അവരവർക്ക് പറ്റുന്നതല്ലെങ്കിൽ അതിനൊക്കെ വിമർശിക്കുകയാണ്. ഞാനൊരു മസ്അല പറഞ്ഞു. ആ മസ്അല അവരവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഓരോരുത്തരും ചേർത്ത് നോക്കും. അപ്പോൾ പറ്റുന്നില്ലെങ്കിൽ ഉടനെ പറയും അയാൾക്ക് തലയ്ക്ക് വട്ടാണ്, ആ മസല തെറ്റാണ്. അങ്ങനെയല്ല മസല. പിന്നെ സ്വയം നിരൂപകനാവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ തലമുറ. അങ്ങനെ എല്ലാവർക്കും ഒപ്പിച്ച് മസല പറയുന്ന പരിപാടി ഇവിടെ ഇമ്മത്തിനില്ല, ഉസ്താദുമാർക്കില്ല. അത് പഠിച്ചു വെച്ചോ. അത് നിങ്ങൾ അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പിച്ചിട്ടൊരു മസല പറച്ചില് അതിനനുസരിച്ച് വാത് അത് നടക്കൂല. ഖുർആനും ഹദീസും അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ എല്ലാ കാലത്തും പറയും. നിസ്കാരവും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മൾ അതിന്റെ പിറകിൽ സമ്പത്ത് ചെലവഴിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നു, മതമൈത്രി, മതസ്നേഹം, മതസൗഹാർദ്ദം ഒക്കെ കാണിക്കാൻ നമുക്ക് എത്രയോ വഴികളുണ്ട്. എത്രയോ പാവങ്ങളെ വിളിച്ച് നമുക്ക് അതിനുവേണ്ടി സഹായിക്കും കൊടുക്കാം. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. മുസ്ലിമീങ്ങളിൽ എത്രയോ പ്രവർത്തകരുണ്ട്. നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ എത്രയോ അറിയപ്പെട്ടതാകുന്ന നല്ലവരാകുന്ന ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ ഹൈന്ദവ സഹോദരത്തിൽ നിന്നും ക്രൈസ്തവ സഹോദരത്തിൽ നിന്നും കെട്ടിച്ചയക്കുന്ന എത്രയോ ആളുകളുണ്ട്. മതം നോക്കിയിട്ടല്ലല്ലോ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പ്രവർത്തകരടക്കം നന്മയാർന്ന പ്രവർത്തനങ്ങൾ KMCCയുടെ പ്രവർത്തകരും മറ്റ് ഇതര സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. മതമില്ലാത്ത എത്രയോ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. അന്യമതത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകൾക്ക് ആശ്വാസത്തിൻ്റെതാകുന്ന തീരമണഞ്ഞു. ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അവരുടെ ചിഹ്നങ്ങൾ അവർ ഉദ്ദേശിക്കുന്നതായി ആഘോഷിക്കുന്ന ദിനങ്ങളിൽ തന്നെ നമ്മൾ നടത്തുക. ആ രാത്രിയിൽ തന്നെ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് കള്ളു കുടിച്ച് കൂത്തരങ്ങുകളിലേക്ക് പോവുക. അതാണല്ലോ നമ്മുടെ ആഘോഷം. നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കള്ളു കുടിക്കുക, വെടിക്കെട്ടുണ്ടാക്കുക, പൊട്ടിത്തെറിക്കുക, സിനിമ കാണുക, ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷം. ദീനിയായ ആഘോഷമല്ല. അവിടെയാണ് ഇമാമികൾ രേഖപ്പെടുത്തുന്നത് പാടില്ല, ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. അത് ശ്രദ്ധിക്കണം, ദീൻ വിട്ടു പോകാൻ പാടില്ല. കേട്ടോ, ഒരൊറ്റ ഹദീസ് ശ്രദ്ധിക്കണേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലതത്തബിഅന്ന സുനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ ലസലക്തുമൂ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ പിൻപറ്റും സഹാബ, മുൻഗാമികളാകുന്ന ആളുകളുടെ ചര്യകൾ നിങ്ങൾ പരിപൂർണമായി പിൻപറ്റുമേ. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി മുൻഗാമികളുടെ ചര്യ നിങ്ങൾ പിൻപറ്റുമേ. ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ, അവരെങ്ങാനും മുൻഗാമികൾ അവരൊരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ പ്രയാസമാണ് അതിനുള്ളിലേക്ക് കടക്കലെങ്കിൽ കൂടി ലസലക്തുമൂ, അവർ കടന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മത്ത് ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്കും കടക്കാൻ ശ്രമിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖാലൂ, ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, അൽയഹൂദ വന്നസാറ, മുൻഗാമികളുടെ ചര്യ എന്ന നബി തങ്ങളെ തങ്ങൾ ഉദ്ദേശിച്ചത് ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ചര്യയാണോ, അതാണോ പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങൾ പിൻപറ്റുന്നത്? ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഫമൻ, അവരല്ലാതെ ആരാണ് സഹാബ? അവരെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജൂതനസാറാക്കളുടെ ചര്യ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് എന്റെ ഉമ്മത്ത് പോകുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ,
ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ മുൻപന്തിയിൽ നമ്മുടെ കൗമ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതിനൊക്കെ സമ്പത്ത് നാളെ ആഖിറത്തിൽ ഹിസാബിടപ്പെടും. ഇതിനൊക്കെ നീ ചെലവഴിക്കുന്നത് സമ്പത്ത് വല്ലാതെ കൂടിപ്പോയി. അത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയി കാണിക്കുന്നത് ഇത്തരത്തിലുള്ളതാകുന്ന പേക്കൂത്തുകൾക്കാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്യാണമാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യയ്ക്ക് സമയമായാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. തഴവാ ഉസ്താദിന്റെ വരികളാണ്. അല്ലാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. എത്ര മനോഹരമായിട്ടാണ് അവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി 24 വർഷമായിട്ടും ഇന്നലെ എഴുതിയതുപോലെ ഇരിക്കുകയാണ്. കാരണം കറക്റ്റല്ലേ? ഓരോരുത്തർക്കും പ്രത്യേക സെക്ഷനാണ്. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറുംചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ഓരോരുത്തർക്കും പ്രത്യേക സെക്ഷനാണ്. എന്ന് പറഞ്ഞാല് പണമുള്ള ആളുകളൊക്കെ അവരാവശ്യമില്ലാത്ത പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടുകയാണ്. സമ്പത്ത് കൊണ്ട് ആർഭാടം കാണിച്ചു കൂട്ടുകയാണ്. ജനങ്ങൾക്ക് മുന്നിൽ വലിയ പ്രൗഢി കാണിക്കാൻ, വലിയ വലിയ സമ്പന്നനാണെന്ന് അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ളതാകുന്ന രീതിയിൽ വിവാഹം നടത്തിയിട്ടാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമികപരമായിട്ടല്ല. ഒരു 19,000 ആളുകൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ വിശാലമായ പന്തൽ സൗകര്യങ്ങൾ വിശാലമായ രീതിയിൽ വേണം. അങ്ങനെ ചെയ്തതല്ല. മറിച്ച് ചെറിയ കല്യാണമാണ്, ചെറിയ രീതിക്ക് നടത്താം. എങ്കിൽ പോലും സമ്പത്ത് ഏതെല്ലാം നിലയ്ക്ക് നിഴലിച്ച് കാണണമോ ആ രീതിയിലൊക്കെ പ്രൗഢി കാണിക്കുക, ആർഭാടങ്ങൾ വലിയതാകുന്ന രീതിയിൽ നടത്തുക. എന്താണ് സഹോദരങ്ങളെ, ഈ സമ്പത്തൊക്കെ നാളെ ആഖിറത്തിൽ ഹിസാബിടപ്പെടുമില്ലേ? നമ്മുടെ ജീവിതം ഹിസാബിടപ്പെടൂലേ? നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്സിനെ പറ്റി ചോദ്യമുണ്ടാവൂലേ? ഒരു പുതുവർഷത്തിലേക്ക് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം തന്നെ നമ്മൾ കിടക്കുമ്പോ 2023 സ്വാഗതമോതാൻ വേണ്ടി ഇനി മിനിറ്റുകൾ ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കള്ളുകുടിച്ചും വെടിക്കെട്ട് ഉയർത്തുകൊണ്ടും മുസ്ലിം സഹോദരങ്ങളടക്കം ധാരാളം ആളുകൾ അത്തരത്തിലുള്ള പേക്കൂത്തുകൾ കടിമപ്പെടുമ്പോ അൽഹംദുലില്ലാ കരുനാഗപ്പള്ളിയിലെ കോഴിക്കോടുള്ളതാകുന്ന ചാലയും ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് സഹോദര സഹോദരിമാർ പരിശുദ്ധമായ ദീൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ വിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകി. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ രാത്രിയിൽ ഇതേ സമയത്ത് തന്നെ കുപ്പി പൊട്ടിക്കാൻ റെഡിയായി നിൽക്കാൻ അല്ലേ? ഈ 10 മിനിറ്റ് കൂടിയുള്ളൂ. റെഡിയായി കാത്തു നിൽക്കാൻ. ചിലര് പട്ടം പറത്തുന്നുണ്ട്, ചിലര് ബലൂൺ ആകാശത്തേക്ക് പറത്തുന്നുണ്ട്, ചിലര് സാന്താക്ലോസിനെ കത്തിക്കുന്നുണ്ട്. പല രീതിക്കുള്ള പരിപാടികളുമായി ലോകമെമ്പാടും ആളുകൾ വെമ്പൽ കൊണ്ട് കാത്തു നിൽക്കുമ്പോ അൽഹംദുലില്ലാ അതിൽ നിന്നെല്ലാം വിഭിന്നമായി കള്ള് ഞങ്ങൾക്ക് വേണ്ട, കഞ്ചാവ് ഞങ്ങൾക്ക് പാടില്ല, MDMA ഞങ്ങൾക്ക് പാടില്ല, LSD ഞങ്ങൾക്ക് പാടില്ല, ഇത്തരത്തിലുള്ളതാകുന്ന ഹശീഷ് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് പാടില്ല, ഒരു മയക്കുമരുന്നിനും ഞങ്ങൾ അടിമപ്പെടുകയില്ല. അല്ലാഹു അല്ലാത്ത ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പല്ലാതെ മരു സൃഷ്ടിയും ഞങ്ങൾക്ക് സൃഷ്ടാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഈ സദസ്സിൽ വന്നവരാണ് നിങ്ങൾ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. തീർച്ചയായും ഈ രാത്രി നിങ്ങൾക്ക് സാക്ഷിപത്രമാണ്. സഹോദരങ്ങളെ ചിന്തിക്കണം. ഞാൻ നിർത്തുന്നു. നമുക്ക് ആയുസ് വളരെയേറെ കുറവാണ്. 60 or 70 വയസ്സ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. മുത്തുനബിയുടെ ഉമ്മത്തിന് ഈ ആയുസ്സിൽ നമുക്ക് കിട്ടിയ ഏറ്റവും സന്തോഷകരമായ ഒരു രാവായി അല്ലാഹു ഈ രാത്രിയെ കബൂലാക്കുമാറാവട്ടെ.
കരുനാഗപ്പള്ളി കോഴിക്കോടുള്ള ഒരൊറ്റ സഹോദരനും ഇനി അവന്റെ മരണം വരെയും ഈ രാത്രി മറക്കൂല. കാരണം അവർ ഒരിക്കലും ഈ രാത്രിയിൽ ഇതേ സമയത്ത് ഇതുപോലെ ഓഡിറ്റോറിയത്തിനകത്ത് മുമ്പ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുകയില്ല. പലപ്പോഴും നമ്മളൊക്കെ ഉറക്കിലേക്ക് പോകുന്ന ഒരു സമയ സന്ദർഭമാണ്. ചെറുപ്പക്കാരൊക്കെ സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന പുതിയ സിനിമകൾ ടെലഗ്രാം വഴി കൂട്ടുകാരയച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയവും സന്ദർഭമാണ്. ചിലർ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയമാണ്. അതിൽ നിന്നെല്ലാം മാറി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരല്പസമയം ദിക്റിലായി ഷാക്കിറായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടാൻ പടച്ചിറപ്പ് നമുക്ക് അവസരം നൽകി. വലിയ നിഅമത്താണ്. കാരണം ഓരോ ദിവസവും മാമിൻ യൗമിൻ, എല്ലാ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പ്രഭാതത്തിൽ മനുഷ്യരോട് പറയുമെന്നാണ്, ഇന്നി യൗമുൻ ജദീദുൻ, ഇതൊരു പുതിയ ദിവസമാണ് കേട്ടോ, ഞാനൊരു പുതിയ ദിവസമാണ്. എല്ലാ ദിവസങ്ങളും ആ ദിവസങ്ങൾ വന്ന് രാവിലെ പ്രഭാതത്തിൽ നമ്മളോട് പറയുമെന്നാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദുൻ, നീ എന്നിൽ പ്രവർത്തിക്കുന്നതായ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ സാക്ഷിയാണ് കേട്ടോ. രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നീ ഏതെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ തിന്മകൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. വഇന്നി ഇദാ ഖറബത്തി ശംസു ലമർജിഉ ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ, ഈ രാത്രി അസ്തമിച്ചാൽ ഇനി ഒരിക്കലും ഞാൻ നിന്നിലേക്ക് മടങ്ങി വരികയില്ല എന്ന് എല്ലാ ദിവസവും നിന്നോട് പ്രഭാതത്തിൽ ആ ദിവസം വിളിച്ചു പറയുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസങ്ങളും പറയുന്നുണ്ട്. ചിന്തിക്കുന്ന സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് എത്ര ദിവസങ്ങളാണ് ഇങ്ങനെ പറഞ്ഞ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. 60, 70, 90 അതിൽ താഴെയുമൊക്കെ വയസ്സുള്ള ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. കോഴിക്കോടുള്ള എത്രയോ ഉമ്മമാർ, എത്രയോ ഉപ്പമാർ കാത്തിരുന്ന സുദിനമാണ്. ഒരുപാട് സംഘടനകൾ, വ്യത്യസ്ത സംഘടനകൾ ഈ നാട്ടിലേക്ക് വേണ്ടി പലപ്പോഴായി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. പല കാരണങ്ങളാലും തിരക്കുകളുമാലും വരാൻ സാധിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, ഇന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് കാണാൻ സാധിച്ചു. മഹല്ലിന്റെ സാരഥികളും ഉമറാക്കളും ഉലമാക്കളും സഹോദര സഹോദരിമാരും എല്ലാം കാത്തിരുന്ന ഒരു നാളാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മറ്റൊന്നുമല്ല, ഒന്ന് പ്രാർത്ഥിച്ച് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ രാത്രി അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചിന്തിക്കണം സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വലിയ ചിന്ത വെക്കണം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം നിസ്സാരമല്ല. ആരോഗ്യവാന്മാരായി, എല്ലാ ദിവസവും ആരോഗ്യവാന്മാരായി ഈമാനോടുകൂടി നമുക്ക് പ്രഭാതം പുൽകാൻ സാധിച്ചാൽ ദുനിയാവ് നിന്റെ കൈവെള്ളയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത്തരത്തിൽ എത്തിച്ചവരാണെന്നർത്ഥം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി വആഫിൻ ഫീ ബദനിഹി വഇൻദഹു ഖൂത്ത് യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ശഫീഉന റസൂലുള്ളാഹി. ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം അവന് ഒരുക്കുമുതലായിട്ടുണ്ട്. എഴുന്നേൽക്കുമ്പോൾ നല്ല ആരോഗ്യം ശരീരത്തിനുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ഈമാനും അവനോടൊപ്പമുണ്ട് എങ്കിൽ അവനാണ് ഏറ്റവും ദുനിയാവ് ഒരുമിച്ച് കൂട്ടിയവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ സൗഭാഗ്യവന്മാരല്ലേ? ചിന്തിക്കൻ, നമ്മളൊക്കെ സൗഭാഗ്യവന്മാരല്ലേ? അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ രാത്രിയിൽ മോശമാകുന്ന തലത്തിലേക്ക് ശരീരത്തെയും ഹൃദയത്തെയും മനസ്സിനെയും സമ്പത്തിനെയും കൊണ്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ നിന്ന് വിഭിന്നമായി ഈ രാവിലെ ആത്മീയതയിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് സഹായകമാകി അള്ളാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. ഇതെന്താണ് നാരങ്ങ സാ വിഴിഞ്ഞു കുടിച്ചോളാം, ക്ഷീണം. അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. എല്ലാവരും ഒരു 10 സലാത്തിലിരിക്കുക. കാരണം ഈ സമയത്തെ പ്രതികരിച്ച് റെഡിയല്ലേ? ശരിക്കും എല്ലാവരും ചൊല്ലിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലമ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങൾ ഈ സ്വലാത്ത് മദീനയിലെ രാജകുമാരന്റെ തിരുസവിധത്തിലേക്ക് ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഒരുപാട് ഉമ്മപെങ്ങന്മാർ വിദൂരതയിൽ നിന്ന് വരെ ഈ സദസ്സിൽ വന്ന് ചേർന്നവരുണ്ട്. അല്ലാഹുവേ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നിലനിർത്തണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയുള്ളവരായി ഞങ്ങൾ നൽകിയ ബക്കറ്റിൽ കൊടുത്ത സദഖയും അനുബന്ധ സദഖകളും നീ കബൂലാക്കണേ അല്ലാ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കള്ളുകുടിച്ചും വ്യഭിചരിച്ചും അശ്ലീലമായ ഡിസ്കോ ബ്രേക്കുകൾ കളിച്ചുകൊണ്ടും ഈ രാത്രിയെ തള്ളി നീക്കുന്നവരുണ്ട്. പുതിയതാകുന്ന ഒരു വത്സരത്തെ കൊണ്ടുവരുന്നവരുണ്ട്. 2023 ജനുവരി 1 സമാഗതമാകുമ്പോ പടച്ചറബ്ബെ, ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ ചിന്തിക്കണേ. ഈ ഒരു രാത്രി കൂടി നമുക്ക് പിരിഞ്ഞു പോകുമ്പോ, ഒരു വർഷം പിരിഞ്ഞു പോകുമ്പോൾ ആഘോഷിക്കാനുള്ളതല്ല, മറിച്ച് പടച്ചറബിലേക്ക് തൗബ ചെയ്യാനുള്ളതാണ്. ഒരായുസ് കൂടി പടച്ചറബെ എനിക്ക് കഴിഞ്ഞുപോയി. എന്റെ ഈ ആയുസ്സിൽ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിച്ചില്ല റബ്ബേ. നിസ്കരിക്കാമായിരുന്നു, നോമ്പ് പിടിക്കാമായിരുന്നു, സകാത്ത് കൊടുക്കാമായിരുന്നു, ഹജ്ജ് ചെയ്യാമായിരുന്നു, പാവങ്ങളുടെ കണ്ണീരപ്പാമായിരുന്നു, ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്യാമായിരുന്നു പടച്ച റബ്ബേ. പക്ഷെ ആ നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് വന്നുപോയി. എത്രയോ പാവങ്ങളുടെ കണ്ണീരപ്പാമായിരുന്നു, എത്രയോ നിരാലംബർക്ക് അവലംബമാകാമായിരുന്നു. 60-70 വയസ്സ് കഴിഞ്ഞിട്ടും 70 കഴിഞ്ഞവൻ 71ലേക്ക് വാലൂന്നുമ്പോ നീ സന്തോഷിക്കുന്നതിന് പകരം കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റി ചിന്തിക്കണേ. നന്മകൾ എനിക്ക് അധികരിപ്പിക്കാൻ സാധിച്ചില്ല. പടച്ച റബ്ബേ, നീ എന്റെ തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഇനി അടുത്ത വർഷം എനിക്ക് ഖൈറായ വർഷമായി ഈ പുതുവർഷത്തെ പുൽകാൻ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെയാണ് ദുആ ചെയ്തു കൂടേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ പുതുവത്സരമല്ല ഇത്. നമ്മുടെ പുതുവത്സരം എപ്പോഴാണ്? മുഹറം മാസമാണ്. ദുൽഹിജ്ജ എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് പരിസമാപ്തി കുറിച്ച് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പാപസുരക്ഷിതത്വം ലഭിച്ച് പുതുവർഷത്തിലേക്ക് കടക്കാനാണ് ദുൽഹിജ്ജ മാസത്തിന്റെ പിറകിൽ മുഹറം മാസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ പുതുവത്സരം അതാണ്. എന്തിനാണ് അങ്ങനെ വെച്ചത്? ഹജ്ജ് ചെയ്ത് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ അടുത്ത വർഷത്തിലേക്ക്, പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പിന്നെന്തിനാ ഉസ്താദെ ഇങ്ങനെ ഒരു ഒരുമിച്ചുകൂടൽ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ലോകമെമ്പാടും ആളുകൾ ഈ രാവുകളെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പുതുവത്സരത്തെ പുലുകുമ്പോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിച്ച് DJ പാർട്ടികൾ ഉള്ളതാകുന്ന ബാർ ഹോട്ടലുകളിൽ പോയി അന്യ പെണ്ണുമായി കെട്ടിപ്പിടിച്ച് ചുംബനത്തിലേർപ്പെട്ട് രതിക്രീഡയിൽ ഏർപ്പെടുന്നതിന് പകരം അവരെ ഒന്ന് കൂട്ടി ഒരു 10 ചെറുപ്പക്കാരെങ്കിലും വന്നിരുന്ന് 10 സലാത്ത് തെല്ലി ഒരൽപ്പം ദീനീബോധമുള്ളവരായി തിരിച്ചു പോയാൽ അതിനേക്കാൾ വലിയ നേട്ടം ഈ സംഘടനയ്ക്കില്ല. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അത് വിജയം കൊണ്ടു എന്നുള്ളതാണ്. കാരണം വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്, അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇനി റൂഹെ ബയാന്റെ കലണ്ടർ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രകാശനം ചെയ്യാനുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ വളരെ മനോഹരമായ രീതിയിലുള്ള ഈ മഹനീയമായ ഈ സംഗമം ഇവിടെ നടന്നിട്ടുള്ളത്. അള്ളാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും
അമ്പുവിള സലാഹ് അടക്കം, പ്രിയ സുഹൃത്ത് യൂനിസ് ചുറ്റുമൂലയടക്കം ഇതിന്റെ പ്രവർത്തകരായി വന്നിട്ടുള്ള മുഴുവൻ ആളുകളും അവർക്ക് വേണ്ടുന്നതാകുന്ന മുഴുവൻ സഹായ സഹകരണങ്ങൾ ചെയ്ത് വേണ്ടുന്ന എല്ലാ സ്നേഹവും നൽകിയിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, 100ഓളം വരുന്ന പ്രവർത്തകർ തന്നെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട ആളുകൾ തന്നെയാണ്, സമയബന്ധിതമായതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. അള്ളാഹുർക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്തരത്തിലുള്ളതാകുന്ന ഒരു സംഘടനയ്ക്ക് രൂപീകൃതമാകുകയും നേരത്തെ ഉള്ളതാകുന്ന സംഘടനയാണെങ്കിലും അത് കരുനാഗപ്പള്ളി മേഖലകളിലും അതിന്റെ പരിസരങ്ങളിലും വളരെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ ബഹുനിരാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന റഷാദി ഉസ്താദ്, നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഈ സദസ്സിന്റെ അധ്യക്ഷം അലങ്കരിക്കുന്ന ഇതിന്റെ മുഖ്യ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദിന്റെ വേണ്ടുന്ന നിർദ്ദേശത്തോടുകൂടി നടക്കുന്ന ഈ മഹനീയമായ ഈ പരിപാടി, ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്ന്, നിങ്ങൾക്കെല്ലാവർക്കും നസീഹത്ത് നൽകുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അത്യന്താപേക്ഷിതമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ, RCC അടക്കമുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ മാരകമാകുന്ന ക്യാൻസർ രോഗികളാകുന്ന ആളുകൾക്ക് വേണ്ടുന്ന ചികിത്സാ സഹായങ്ങൾ നൽകുക മാത്രമല്ല, അവർക്ക് വേണ്ടുന്നതാകുന്ന ഏതെല്ലാം രീതിക്കുള്ള ചികിത്സാ മുറകൾ വേണോ അതെല്ലാം നൽകി വളരെ നല്ല രീതിയിലുള്ളതാകുന്ന പരിവർത്തനപ്പെടുത്തലുകളാണ് അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു താങ്ങായി തണലായി വർത്തിക്കാൻ, അതിലെല്ലാം ഉപരി നമുക്ക് അത്യന്താപേക്ഷിതമായി ഒരു ആംബുലൻസ് നമുക്ക് അനിവാര്യമാണ്. ആ ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള